കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. റൂമിലേക്ക് തന്നെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കഴിച്ച് പെട്ടെന്ന് ഇറങ്ങണം. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറും നമ്മളുടെ കെച്ചപ്പാണ് തന്നിരിക്കുന്നത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി 8 മണി കഴിഞ്ഞു. ഞങ്ങൾക്ക് 1 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. വാരണാസിയിലെ ആരതി കാണണം എന്നുള്ളതാണ് പ്ലാൻ. പിന്നെ ഈ ഫ്യൂണറലൊക്കെ ചെയ്യുന്ന സ്ഥലത്തും പോകണം എന്നുള്ളതാണ് നമ്മളുടെ പ്ലാൻ. ഇപ്പോൾ കുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും ബൈക്കായിട്ട്. ഇവിടുന്ന് 220 കിലോമീറ്റർ ഉള്ളത്. അത് ഒരു 4 മണിക്കൂറിനുള്ളിൽ കഴിയുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1 മണി കറക്റ്റാണ് ചെക്ക് ഇൻ ചെയ്ത് ബാഗേജസ് എല്ലാം റൂമിൽ വെച്ചിട്ട് ഓൾറെഡി റൂം ബുക്ക് ചെയ്തു. ബാഗേജസ് എല്ലാം റൂമിൽ വെച്ചിട്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോവാം എന്നത് മാത്രമേ ഉള്ളൂ. എങ്കയുടെ സൈഡിൽ തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ഡ്രസ് ഇടാത്തോണ്ടേ കാലത്ത് ബോയിൽഡൊക്കെ വന്ന പ്രോട്ടീൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയത് ഇതാ. ഒരുമാതിരി ദീപാവലിക്ക് ചിരാത് വെച്ച പോലെ ഉണ്ട്. ഇവന്മാർ കാലത്ത് തന്നെ ഞങ്ങൾ സ്മോൾ അടിക്കുന്ന വിചാരിച്ചിരിക്കാൻ തോന്നുന്നു. ദഹി പറഞ്ഞു നല്ല എരിവ് ആലു പൊറോട്ടയ്ക്ക്. അപ്പോൾ ഇന്നലെ റവ എന്ന് പോകുന്ന സ്ഥലത്താണ് താമസിച്ചത്. ഇന്നലെ വൈകുന്നേരം 8:30 എത്തി. കാലത്ത് 11:00-ക്കാണ് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ തന്നെ ആയിട്ട് പറ്റി. നല്ല റോഡുകളായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ആദ്യം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ റവിവനെ തന്നെ താമസിച്ച് റോഷൻ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ആ ഹോട്ടലിൽ ഞങ്ങൾ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ടിലെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ ബൈക്കുകളുടെ വെളിയിൽ വയ്ക്കുന്നത് സേഫാണ്. അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്കറിയില്ല, ബൈക്കിൻ്റെ അകത്ത് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഹോട്ടലിൽ പോയില്ല. അവിടെയാണെങ്കിൽ റിസപ്ഷൻ മറ്റേ റെസ്റ്റോറൻറ്റും ഇല്ല. ലാസ്റ്റ് ടൈം തന്നെ ഭക്ഷണം കിട്ടാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോയി. കുറേ ടൈം എടുത്തു. എന്ന് വെച്ചാൽ 10-70 കിലോമീറ്റർ എടുത്ത് പോയി കഴിഞ്ഞിട്ടാണ് നല്ലൊരു ഹോട്ടൽ കണ്ടെത്തിയത്. നല്ലതല്ല, അതും എന്തെങ്കിലും അവിടെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. ഇവിടെ എന്തായാലും മായക്ക് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് താമസിക്കുന്നത്. റൂം ആവറേജ് 1500 ചാർജ് വരുന്നത്. അതിനുള്ള ഉണ്ട്, നല്ല വലിയ റൂമുകളാണ്. ബാക്കി സർവീസും നല്ലതാണ്. പക്ഷേ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ കുറച്ച് ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഴയ ഹോട്ടലായതുകൊണ്ടാണ്, അല്ലാതെ അവർ ക്ലീൻ ചെയ്ത് വയ്ക്കാത്തതുകൊണ്ടല്ല കേട്ടോ. എന്തായാലും ഇന്ന് വാരണാസി പോവാണ്. ഇന്നൊരു ആത്മീയ യാത്രയാണ്. അപ്പോൾ മെല്ലെ ആത്മീയതയിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. എത്രമാത്രം ആത്മീയത ഹൈ ആവുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും വാരണാസിയിൽ മറ്റേ ഗംഗാ നദിയുടെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്. ട്രീബോ ഹോട്ടൽ എന്നാണ് എൻ്റെ പേര്. ട്രീബോസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൊരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റേറ്റ് അധികമില്ല, എന്നാൽ നല്ല സർവീസും നല്ല റൂംസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ട്രീബോ. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ഒരു ഹോട്ടൽ ചെയിനാണ് അത്. അവർ ട്രീബോ ഹോട്ടൽസ്. എന്തായാലും അതിൻ്റെ അടുത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 500 മീറ്റർ എന്തോ ഉള്ളൂ എന്നാണ് പറഞ്ഞത്, ഗംഗാ നദിയുടെ സൈഡിലേക്ക്. അപ്പോൾ അവിടെ ചെല്ലണം, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണം. പിന്നെ ഈ ദഹിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ അടുത്ത് അവിടെ പോകണം. പിന്നെ ഈ സാധൂസുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ പോകണം. ഇന്ന് വൈകുന്നേരം ആരതി അറ്റൻഡ് ചെയ്യണം. ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പോൾ സമയം 9 മണിയാവാറായി. 230 കിലോമീറ്ററാണ് ഇവിടുന്ന് ഈ പറഞ്ഞ വാരണാസിയിലേക്കുള്ളത്. അത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തേണ്ടതാണ്. 4 അപ്പോൾ അങ്ങനെയെങ്കിൽ ചെക്ക് ഇൻ ടൈം ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ഫ്രഷ്നപ്പായിട്ട്. ഇപ്പോൾ കുക്കു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ റെഡിയായി, ഇനി ജാക്കറ്റും കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഡേ 6 എല്ലാം സെറ്റല്ലേ? എൻ്റെ 2 ഫോണ്, ആദ്യത്തെ ഫോൺ അവിടെ ഇതിൻ്റെ അകത്തുണ്ട്, രണ്ടാമത്തെ ഫോൺ ഇവിടെ ഉണ്ട്. ബൈക്കിൻ്റെ കീ എടുത്തോ.
ഹെൽമെറ്റ്, ക്യാമറാസ്. ഹെൽമെറ്റ് നിൻ്റെ അത് ഞാൻ ഇന്നും ചാർജ് ചെയ്തിട്ടില്ല. എൻ്റെ ഹെൽമെറ്റ് 3-ാമത്തെ ദിവസമാണ് 10 മണിക്കൂർ ഓണാക്കാൻ പോകുന്നത്. ഇന്ന് 10 മണിക്കൂർ ആവശ്യമില്ലല്ലോ, 4 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുകയല്ലേ. അങ്ങനെയുള്ള 6-ാമത്തെ ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഹോട്ടൽ മായങ്ക്. കുക്കു റെഡിയായി നിൽക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യല്ലേ? കാലത്ത് ചെറിയ പ്രാർത്ഥന. വേണം, ഇനി സമാധാനമില്ല. മാപ്പെല്ലാം ഇട്ടു, ഇനി ഇറങ്ങിയാൽ മതി. ഫ്രണ്ടിലത്തെ ടയറൊക്കെ ഇതായി. പെട്രോളില്ല, അതിൻ്റെ ഉള്ള ഹസാർഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. കുക്ക് പെട്രോൾ അടിക്കണം എനിക്ക്. ഇങ്ങനെ റൈറ്റാ പറയുന്നത്. കുക്കു ചലോ സ്ട്രെയിറ്റാ. നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ, വണ്ടിക്കും ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ അത് കൊടുത്തു. ഇനി അത് വരെ കുഴപ്പമില്ല. അതിന് വാരണാസിയിൽ നിന്ന് അടിച്ചാൽ മതി. 400 കിലോമീറ്റർ, 420 റേഞ്ച്. അപ്പോൾ 200 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നാളെ അടിച്ചാൽ മതി. അപ്പോൾ ഇനി അടയ്ക്കേണ്ട ആവശ്യമില്ല. ടൗൺ വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ടൗണിൽ കൂടെ തന്നെ ക്രോസ് ചെയ്യണം. ഇന്നലെ ബൈപ്പാസ് വഴിയാണ് വന്നത്. അപ്പോൾ വന്ന വഴി പോകണമെന്നില്ല, വേറെ വഴി കൂടെ ആ ടൗണിൻ്റെ കണ്ടിന്യൂഷൻ പോയി കഴിഞ്ഞാൽ ബൈപ്പാസിലേക്ക് ജോയിൻ ചെയ്യും. ഈ നാടുകളിലെല്ലാം ഈ ജാക്കറ്റ് ഇടുന്നതന്നെ ഈ തണുപ്പ് ഒരു വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ ഹിന്ദി സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഒരു ജാക്കറ്റ് ഇടുന്നത് ഇവിടുത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. നല്ല തണുപ്പുള്ളതുണ്ടാകും മാതി ഇടുന്ന കേട്ടോ. ട്രാഫിക് ബ്ലോക്കാണ്. വിവേകാനന്ദ ഒരു വലിയ പ്രതിമയൊക്കെ ഉണ്ടല്ലോ അവിടെ. നൈസ്. ഇനി അദ്ദേഹത്തിൻ്റെ നാടെങ്ങാനാണത്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പാട്ട് ഹെൽമെറ്റിലുണ്ട്. ഹെൽമെറ്റ് ബ്ലൂടൂത്ത് ഓൾറെഡി ഉള്ള ടൈപ്പ് ഹെൽമെറ്റാണ്. അപ്പോൾ സംഭവം അങ്ങനെ പാട്ട് കേട്ട് രസമായിട്ട് പോകാം. ടൗൺ കഴിഞ്ഞു. ഇത് ഹൈവേയിലേക്ക് വീണ്ടും കയറാണ്. നമ്മളിതിന് വളരെ മുൻപാണ് റവ ടൗൺ കയറിയത്. ഇതിപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുള്ള ഹൈവേയിലേക്ക് വീണ്ടും കയറുകയാണ്. ഇനി ഇവിടുന്ന് 217 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ETA 1:59, 2 മണി. അപ്പോൾ again highway on wheels. Nice. Okay. ചേട്ടൻ സർവീസ് സ്റ്റേഷൻ അടുത്ത്. Come on. ഇതങ്ങനെ വാരണാസി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക്കാണ്. ഈ വില്ലേജസ് എല്ലാം അടുത്തടുത്ത് നിൽക്കുന്ന. വാരണാസിക്ക് എത്തുന്നതോറും ആക്ച്വലി റോഡ് നന്നായിക്കൊണ്ടിരിക്കുക. ആ ഒരു അവസാനത്തെ സ്ട്രെച്ച് ഓഫ് റോഡ് എന്ന് പറയുന്നത് ഇതൊന്നും അടിപൊളിയാണ്. ഇതൊന്ന് ഈ വാരണാസി ഹൈവേ എന്ന് തോന്നുന്നു ഇന്ത്യയിലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ഹൈവേ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള ഹൈവേ വാരണാസി ഹൈവേയുടെ ഭാഗമാണെന്ന് തോന്നുന്നു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ആണ് ഈ വാരണാസി ഹൈവേ. എന്നാൽ ഞാൻ നോക്കിയിട്ടത് പറഞ്ഞുതരാം. പക്ഷെ റോഡുകൾ ആസ് ഇപ്പോൾ നിലവിൽ മിർസാപൂർ എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള സ്ഥലം. അതുപോലെ മറ്റേ ഗാങ്സ് ഓഫ് വാസിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം, വാസിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് മുന്നേ ഇന്നലെ ഞങ്ങൾ ക്രോസ് ചെയ്തായിരുന്നു. ഇന്നലെ താമസിച്ച സ്ഥലം എത്തുന്നതിന് വാസിപ്പൂർ കഴിഞ്ഞായിരുന്നു. ഇത് മിർസാപൂർ. രീതിയിലും പറ്റാത്ത കാര്യങ്ങൾ ഈ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പശുക്കളും സാധനങ്ങളൊക്കെ കയറുന്ന, പിന്നെ ആളുകളിങ്ങനെ ഇടയ്ക്ക് ചാടും ഒന്നും ഈ വഴിയിലേക്ക്. ഇതൊക്കെ നമ്മൾ അപകടങ്ങൾ വലിച്ചിട്ട പോകാത്ത സാധനങ്ങൾ. ചിലർ ഫോൺ ചെവിയിൽ വെച്ചിട്ട് റോഡ് പോലും നോക്കാതെ നേരെ ഹൈവേക്ക് കയറും. ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് സൈഡിലേക്ക് മോഹൻലാലിനെ പോലെ. ഇങ്ങനെയുള്ള ഹൈവേയിലൊക്കെ എന്തുമാത്രം അപകടങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ജീവൻ മാത്രമല്ല, ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവനും കൂടെ നഷ്ടപ്പെടുത്തുക. ഓരോ നാട്ടിൽ പോകുമ്പോഴും അവിടുത്തെ ഹൈവേ കാണുമ്പോൾ അറിയാം അവിടുത്തെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ ഭരണത്തിൻ്റെ ഗുണം. ഇത്രയും ദൂരം യാത്ര ചെയ്ത ഇതേ ഹൈവേ ഈ നാട്ടിലെത്തിയപ്പോൾ ഫുള്ള് കുഴികൾ. നമ്മുടെ നാട്ടിലെ പോലെ കുഴികളല്ലെന്നേ ഉള്ളൂ, പക്ഷെ കംപ്ലീറ്റ് ഇടിഞ്ഞ് ഗർത്തങ്ങൾ തന്നെയാണ്. ചാടി ചാടി വേണം നമ്മൾ പോകാനായിട്ട്. എന്തായാലും തൃശ്ശൂർ കുന്നളം റോഡ് കേരളത്തിലത്തെ ഏറ്റവും മനോഹരമായ റോഡായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഓൾമോസ്റ്റ് 10 വർഷത്തിന് ശേഷം. എന്തായാലും ഇപ്പോഴെങ്കിലും നടന്നല്ലോ, ഇലക്ഷൻ ആവാറായി. പശുക്കൾ റോഡിൽ കിടക്കുന്നത് എന്താണുള്ളത്. ആദ്യമൊന്നും ധൈര്യമായിട്ട് ഓടിക്കാനേ പറ്റില്ല. എന്നാൽ ഇന്നലെ തന്നെ ഞാൻ പോയിരുന്ന വഴിക്ക് ഒരു 10-80 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പശുക്കുട്ടി ഫ്രണ്ടിലേക്ക് ചാടി. ജസ്റ്റിന് ഒരു 2 മീറ്റർ ഗ്യാപ്പിലാണ് എനിക്ക് വെട്ടിക്കാൻ പറ്റിയത്. കുക്കു ബാക്കി വരുന്നുണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക് പിടിക്കുന്നുണ്ട്. അവൻ പശുവിനെ കണ്ടില്ല, എന്നെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ബ്രേക്ക് പിടിക്കുന്ന അവനും അപകടമാണ് പെട്ടെന്നില്ല. പക്ഷെ വേറെ മാർഗമില്ല. അവനും വെട്ടിച്ചു. അങ്ങനെ ക്രാഷ് ചെയ്ത് പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കറവ മാറിക്കഴിഞ്ഞാൽ പശുക്കളെ നേരെ റോട്ടിൽ കഴിച്ചു വിടുകയെന്ന് തോന്നുന്നു. ഇതിനു വേണ്ടി ഒരു ഗവൺമെൻറ്റായിട്ട് ചെയ്യുന്ന വല്ല ഫാമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഈ റോട്ടിൽ കിടന്ന പശുക്കളെ അലയാൻ വിട്ട് കഴിഞ്ഞാൽ എന്താണോ അവർ കാണുന്നത്. കേരളത്തിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ആ ലെവലിലേക്ക് എത്തില്ല. നമ്മൾ ഒരുവിധം അത് മാനേജ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. റോഡ് കഷ്ടം തന്നെ കേട്ടോ. ധൈര്യമായിട്ട് കൈ കൊടുക്കാൻ പറ്റില്ല. കുറച്ച് നേരം മുന്നേ പ്രയാഗ്രാജിലേക്കുള്ള വഴി കഴിഞ്ഞായിരുന്നു. പ്രയാഗ്രാജിലേക്കുള്ള വഴി ഏകദേശം പിന്നെ ലെഫ്റ്റിലേക്കായിരുന്നു. ഇപ്പോൾ അത് നിർത്തി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഒരു ബ്രേക്ക്.
റോഡ് മോശമാണല്ലേ? ആകെ ഭയങ്കര വേവിയും തോന്നില്ല? എനിക്ക് ആകെ ഭയങ്കര വേവി ആയിട്ട് തോന്നി. ഭയങ്കര പശുക്കളും. പശുക്കളെ കാണുമ്പോൾ പേടിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ. ഇപ്പോൾ നേരത്തെ കുറച്ച് മുന്നേ കുക്കു ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പശു ജസ്റ്റ് ഒരു 20 മീറ്റർ ഫ്രണ്ടിലേക്ക് ചാടി. 2 പശുക്കളുണ്ടായിരുന്നു. ഒരെണ്ണം മെല്ലെ നടക്കുകയായിരുന്നു, കുഴപ്പമുണ്ടാകുന്നില്ല. വെറുതെ അവിടെ നിന്നാർന്ന് ചാടി നേരെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വേറെ നിന്നുകൊണ്ടിരുന്ന ഒരു പശു പെട്ടെന്ന് ചാട്ടം. കുക്കു പക്ഷേ അപ്പോഴേക്കൊന്നും ബ്രേക്കൊന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അത് കാരണം രക്ഷപ്പെട്ടു. ടൂറിസം യോഗയുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വാരണാസി എത്തുന്നതോടുകൂടി ഭയങ്കര നല്ല റോഡുകളാണ്. ഇനി അങ്ങോട്ട് വെച്ച് പിടിച്ചാൽ മാത്രം മതി. കംപ്ലീറ്റ് പക്ക റോഡാണ്. ഇത് ഇവിടെയും പശു എടുക്കുന്നു. ദൈവമേ, ഈ സാധനങ്ങൾക്ക് രാത്രി വന്ന് കിടക്കുമ്പോഴാണ് റോട്ടിൽ കിടന്ന് ഉറങ്ങും ഇവർ, ഈ പശുക്കളെ. അപ്പോൾ നമ്മൾ ബൈക്കിലേക്ക് പോകാം. കാറടിച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചെങ്കിലും പൊടി കിട്ടും. ബൈക്കൊക്കെ ഈ 10, 80, 100 വരുന്ന ബൈക്കുകൾ ഈ നിലത്ത് കിടന്നുറങ്ങുന്ന കറുത്ത പശുക്കളെ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയുകയും ചെയ്യില്ല, റോഡ് പോലെ തന്നെ തോന്നുകയും ചെയ്യുള്ളൂ. ഇടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പിന്നെ തീരുമാനമല്ലേ. പിന്നെ വേറൊരു പ്രൊജക്റ്റ് ഞാൻ കണ്ടായിരുന്നു. കുറേ എഞ്ചിനീയറിങ് സ്റ്റുഡൻസ് കൂടിയിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന പശുക്കളുടെ കഴുത്തിൽ ഒരു റിഫ്ലക്റ്റീവ് ബാൻഡ്, ഈ നമ്മൾ കെട്ടുന്ന നമ്പർ ചെയ്തിട്ട് റിഫ്ലക്റ്റീവ് ബാൻഡുകൾ കെട്ടുന്ന ഒരു പ്രൊജക്റ്റ് ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ അത് എത്രമാത്രം കെട്ടാൻ പറ്റും, എത്രമാത്രം ആളുകൾ അതിനെ കോപ്പറേറ്റ് ചെയ്യും, എത്രമാത്രം ആളുകൾ ചിലപ്പോൾ അത് ഊതിയിട്ട് സ്വന്തം പശുക്കൾക്ക് ഇട്ട് കൊടുക്കും. അതൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. ഓൾറെഡി ഇവർ എന്തായാലും ഇവരുടെ സൈഡിലൊന്നും കണ്ടില്ല ഞാൻ. മേ ബി അത് ടൗണിലൊക്കെ ആയിരിക്കും അത് ചെയ്യുക. ഞാൻ കണ്ട വീഡിയോ ടൗണിൽ ചെയ്യുന്ന പോലെയായിരുന്നു. അങ്ങനെ റിഫ്ലക്റ്റീവ് ബാൻഡുകളുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിലും പശുക്കൾക്കാണെങ്കിലും സേഫ്റ്റിയാണ്. ഈ വരുന്ന വഴിക്ക് എന്തുമാത്രം കുട്ടികളാണെന്നറിയോ വെള്ളം കൈ പിടിച്ചില്ലെങ്കിൽ പുറത്തൊക്കെ നടക്കുന്നത്. ഇവിടെ
നമ്മുടെ നാട്ടിലൊന്നും ഈ സമയങ്ങളിൽ കാലത്ത് ഈ 11 മണി 12 സമയങ്ങളിലൊന്നും കുട്ടികളെ പുറത്ത് കാണില്ലെന്ന് വെച്ചാൽ എല്ലാവരും സ്കൂളിലാണ്. പക്ഷേ ഈ പ്രദേശത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തമിഴ്നാട് കഴിഞ്ഞ് മുകളിൽ കയറി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ എനിക്കൊന്ന് സ്കൂളിൽ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കുട്ടികൾ വെളിയിൽ ജോലിക്ക് വരികയും ചൈൽഡ് ലേബറുമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. എന്താണെന്ന് വെച്ചാൽ അത്രയധികം കുട്ടികളാണ് വെളിയിൽ കാണുക നമ്മൾ വർക്കിംഗ് അവേഴ്സിലാണ്. നമ്മളുടെ യു പിയിലെ റോഡ് എന്ന് പറയുന്നത് എന്നാ പക്ക റോഡുകളാണ്. നോക്കി യു പി കയറിയതോടുകൂടി അടിപൊളി. ഇവിടുന്ന് വാരാണസി വരെയും ഇത്രയും നല്ല റോഡുകൾ തന്നെയാണ് കേട്ടോ. നമ്മളുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ മണ്ഡലമാണല്ലോ, കുറയ്ക്കാൻ പാടില്ല. നോക്കൂ എൻ്റെ മേ ബ്യൂട്ടി കാണിച്ച് ഏറ്റവും അവസാനം ഞാൻ കെട്ടി വന്ന് വീഴാതെ നിന്നാ. ഞാൻ വന്നില്ല, പിള്ളേരൊക്കെ ഇവിടെ പുറത്താണ്. ഇതൊന്നും പിള്ളേർ പഠിക്കാൻ പോകുന്നില്ല. ആളുകൾ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഗൈസ് എല്ലാവരും വോട്ടിനുണ്ട്. ദുർഗാപൂർ 598 കിലോമീറ്റർ. വാരാണസി ഇവിടെ നിന്ന് 100 കിലോമീറ്റർ. ഇപ്പോൾ സമയം 11:20. 1:30 ആകുമ്പോഴേക്ക് എത്തുന്ന തോന്നുന്നു. 12:20 1 മണിയാകുമ്പോൾ പറ്റുമായിരിക്കും.
മിർസാപൂർ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മിർസാപൂർ ഇവിടുന്ന് 10-12 കിലോമീറ്റർ കാണിക്കുന്നത്. ഇനി വാരണാസി 100 കിലോമീറ്ററാണ്. വാരണാസി ടൗണിൻ്റെ അകത്ത് തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രീബോ ഹോട്ടൽ, അവിടെയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു സ്ഥലമാണ്. മുമ്പത്തെ പോയപ്പോഴുള്ള ഒരു മോശം അനുഭവത്തിൽ നിന്ന് ഞാൻ പ്രീബോ തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്യാറുള്ളൂ. വാരണാസി പോകുന്ന സമയത്ത് തീരെ ചില ആളുകൾ ഈ ടൂറിസത്തെ വളരെ മോശമായിട്ട് അവരുടെ പ്രിവിലേജായി എടുക്കുകയും പറഞ്ഞ വാക്ക് എന്ന് വെച്ചാൽ കാശ് വാങ്ങിച്ചിട്ട് പോലും റൂമുകൾ തരാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് റിലയബിളായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് മാത്രമേ റൂം എടുക്കാനായിട്ട് പാടുള്ളൂ വാരണാസിയിൽ. അല്ലാതെ ഗവൺമെൻറ് പ്രൊവൈഡഡ് റൂംസും ഇതും ഹോസ്റ്റൽസ് എല്ലാം ഉണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് താമസിക്കാവുന്ന സ്ഥലങ്ങൾ വാരണാസിയിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിളായിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഈ അടുത്ത ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. ഏകദേശം 1 മണി 1:30 ആകുമ്പോഴാണ് അവിടെ എത്താനുള്ള സാധ്യത. ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ്നപ്പായി ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങണം. ഇന്ന് വാരണാസി പരമാവധി കാണണം എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവിടെ ഞങ്ങൾ ബോട്ടിങ് ഗംഗയിലൂടെ പോയി ഏകദേശം ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ ബോട്ടിങ്ങിനായി ചിലവഴിച്ചു. പക്ഷേ കൂടുതൽ കാണാനുള്ള സമയാവസരം ഉണ്ടാകുന്നില്ല. എല്ലാവരും വളരെ ടയേർഡായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് നമ്മൾ പോവുകയാണ് വാരണാസി കാണുന്നതിന് വേണ്ടി. UP കയറിയതിന് ശേഷം ഇതേപോലെയുള്ള നല്ല സ്മൂത്തായിട്ടുള്ള ഹൈവേസാണ്. കംപ്ലീറ്റ് കോൺക്രീറ്റ് റോഡുകളാണ്. ഒറ്റ കുഴപ്പമുള്ള ഈ പറഞ്ഞപ്പോൾ ഈ കണ്ടതെല്ലാം പശുവിൻ്റെ ചാണകമാണ്. അപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട് എന്നുള്ളതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും പശുക്കളെല്ലാം മേയാൻ പോയിരിക്കാൻ തോന്നുന്നു. ഹൈവേയിൽ മേയുന്നില്ല. അപ്പോൾ അഗെയിൻ വെയിലുള്ള പങ്കെടുക്കുന്ന പശുക്കൾ പണി നടക്കുന്നുണ്ടല്ലോ റോഡിൽ. 82 കിലോമീറ്റർ 1.5 മണിക്കൂർ എന്നാണ് ഇപ്പോഴത്തെ 1 മണിക്കൂറിന് 28 മിനിറ്റാണ് കാണിക്കുന്നത്. കറക്റ്റായിരിക്കണം. ഗൂഗിൾ മാച്ച് എത്തുന്ന സമയം പറയുന്നില്ല, വളരെ കൃത്യനിഷ്ഠതയുള്ള ആളാണ്. അങ്ങനെയെങ്കിൽ 1 മണിയാകുമ്പോൾ എത്തും. പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അപ്പോൾ 1 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ട് ലഞ്ച് കഴിക്കാം. കുക്കു ഫ്രണ്ടിലുണ്ട്. കിലോമീറ്ററാണ് ഇപ്പോൾ കാലത്ത് ഇത് ഓടിക്കുന്നത്. യൂഷ്വലി 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 1 മണിയാകുമ്പോൾ 220-250 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പോ വെള്ളം കുടിക്കലൊന്നും ഇല്ല. ഒരു 3 മണിക്കൂർ. അത് കഴിഞ്ഞ് അടുത്ത ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് കഴിച്ചതിന് ശേഷം സാധാരണയിലേക്ക് വീണ്ടും ഒരു 250 കിലോമീറ്റർ അല്ലെങ്കിൽ 300 കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് ഓടിക്കും. അതിൻ്റെ ഇടയ്ക്കും ബ്രേക്കുകളൊന്നുമില്ല. ചായ കുടിക്കില്ല. ചിലപ്പോൾ ഒരു 6 മണി 7 മണിയാകുമ്പോൾ അവസാനിപ്പിക്കും. ഇങ്ങനെയുള്ള റോഡുകളാണെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിൽ നിങ്ങൾക്ക് എത്രമാത്രം ദൂരം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റും? ഒന്ന് മെസ്സേജ് അയക്കണേ.
വാരണാസി എത്തുന്ന സമയത്ത് കൂടുതൽ ഇനി വണ്ടികളും തിരക്കും പ്രതീക്ഷിക്കാം. ഇതുവരെ വന്ന ആ സ്പീഡ് ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം കുറയും. ാണ് ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ചുകൂടി നീങ്ങിയിട്ട് വേറെ ടൗണിൽ കയറിയിട്ടാണ് ഞങ്ങളുടെ റൂം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടൗണിലേക്ക് എത്താനുള്ള വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കേടില്ലാത്ത ട്രക്ക് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് മാറി ഇത് എനിക്ക് തോന്നുന്നു വാരണാസി ബൈപ്പാസ്, ടൗൺ ബൈപ്പാസ് ചെയ്യാനുള്ള വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നതന്നെ വീണ്ടും ഒരു എൻട്രി പോയിൻ്റ് വച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് ഗൂഗിൾ കാണിക്കുന്നത്. അത്യാവശ്യം 6 വേ ലൈൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 6 വേ ലൈൻ വരാത്തത് വളരെ കുറവ്, കഷ്ടമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. നമ്മൾ തന്നെ പറഞ്ഞിട്ട് ആക്കിയില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രിക്ക് അതിനു വേണ്ടി നിവേദനം വെച്ച സമയത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മൻമോഹൻ സിംഗ് ആകെ കൂടി ചിരിച്ച സമയം അതാന്ന് കേട്ടിട്ടുണ്ട്. ബൈക്കുകൾക്ക് എല്ലാ ടോൾ പ്ലാസകളും ഫ്രീ ആണ്. അതിന് ലെഫ്റ്റ് സൈഡിലൂടെ എപ്പോഴും ഒരു ബൈക്ക് പാസും ഓട്ടോ പാസും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ ഓട്ടോ പോകുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ചെറിയ വഴിയാണ് ഇത്. ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം വലുതായിട്ട് തന്നെ ഓട്ടോയ്ക്ക് പോകാനുള്ളൊരു വഴി ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് വളരെ ചെറിയ വഴിയാണ്. എന്തായാലും മെല്ലെ വാരണാസി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വാരണാസി എന്തെന്നറിയാനായിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്ത് ആണ് കാണാൻ പോകുന്നതെന്നുള്ള ഒരു ജിജ്ഞാസ ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ യാത്ര തുടങ്ങുകയായി വാരണാസി.